ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ഓണം സീരീസാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. 5 to 6 ഇയർ ഓൾ കിഡിൻ്റെ സൈസ് ഷർട്ടാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷോൾഡർ പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് 5.25 ഇഞ്ചാണ്. ഞാനിവിടെ നെക്ക് ഡെപ്തും നെക്ക് വിത്തും 2.75 ഇഞ്ച് വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ ഡെപ്താണ് മാർക്ക് ചെയ്യാനുള്ളത്. എത്രയാണോ നമ്മുടെ ഷോൾഡർ മെഷർമെൻറ്റ് അതിൽ നിന്നൊരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ആം ഹോളായിട്ട് കൊടുക്കുന്നത്. സോ അപ്പോൾ നമുക്ക് 5.75 ഇഞ്ചാണ് വരുന്നത്. ഇനി നമ്മുടെ ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 എടുക്കുക, അതായത് 6.25 ഇഞ്ചാണ്. ഈ 6.25 ഇഞ്ച് നമ്മുടെ ഈസും കൂടി ചേർത്തിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ ഷോൾഡറിൽ നിന്ന് ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ലൈനിൽ തന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ടും ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അത് 6 ഇഞ്ചാണ്. ഇനി നമ്മൾ ഷോൾഡറിന് ഒരു സ്ട്രാപ്പ് കൊടുക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നെക്ക് ലൈനിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഷോൾഡറിലോട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഷോൾഡർ പോയിന്റിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ഇതേപോലെ ഞാൻ ടേപ്പ് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി നെക്കിൻ്റെ അവിടെ മാർക്ക് ചെയ്ത പോയിന്റിന് നേരെയായിട്ട് തന്നെ ഷോൾഡറിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഈ പോയിന്റിന് മുകളിലോട്ട് വീണ്ടും ഞാനൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ കണ്ടുപിടിച്ച പോയിന്റും നമ്മുടെ നെക്കിൽ മാർക്ക് ചെയ്ത പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട്. നെക്ക് നമ്മൾ ഇതേപോലെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആം ഹോൾ ഡെപ്ത് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ചെസ്റ്റ് ലൈനിൽ നിന്ന് ഒരു 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്തായിരിക്കും നമ്മൾ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ആം ഹോൾ ഡെപ്ത് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. സോ ഇപ്പോൾ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡറിന് എത്ര മെഷർമെൻ്റ് ഉണ്ടെന്ന് നോക്കുക. 1.75 ഇഞ്ചാണ്. ഞാൻ ഈ 1.75 ഇഞ്ചിൻ്റെ ഒപ്പം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഈസിന് വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ലൈനിങ് പീസാണ് എടുക്കുന്നത്. 2 ഫാബ്രിക് പീസ് 16 ഇഞ്ച് ബൈ 16 ഇഞ്ച് മെഷർമെൻറ്റിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് 16 ഇഞ്ച് ലെങ്ത്തും 16 ഇഞ്ച് വിഡ്ത്തിലും 2 ഫാബ്രിക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ബാക്ക് ബോഡീസിൽ ഹുക്ക് വരുന്നത് കൊണ്ട് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ട്രേസ് ചെയ്യാൻ ഓർത്തു. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് ബോഡീസാണ് ട്രേസ് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേസ് ചെയ്തതിന് ശേഷം ഞാൻ സീം അലവൻസ് ഫാബ്രിക്കിലാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് നെക്കിൻ്റെ അവിടെ ഞാൻ 0.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. സ്ലീവിന് 1/2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. സൈഡ് സീമിന് 1 ഇഞ്ച്, ദെൻ ഹെമ്മിന് 1 ഇഞ്ച്. അപ്പോൾ ഇത് നമ്മളിനി കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ മെയിൻ ഫാബ്രിക്കും ലൈനിങ് പീസും സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ബോഡീസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബോഡീസ് ചെയ്യണം. ബാക്ക് ബോഡീസ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിൽ ഹുക്ക് കൊടുക്കുന്നതുകൊണ്ട് അവിടെ ഒരു എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് വേണം പാറ്റേൺ ട്രേസ് ചെയ്യാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഫാബ്രിക് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഒരു 0.25 ഇഞ്ച്, അതായത് ഒരു 1/4 ഇഞ്ച് നമ്മളുടെ ഫോൾഡഡ് പാർട്ടിൽ നിന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്ത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ വരച്ച സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്ത പാറ്റേൺ ഫിക്സ് ചെയ്യാനായിട്ട്, അതായത് വെക്കാനായിട്ട്. ഇതേപോലെ നമ്മൾ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് നേരത്തെ ഫ്രണ്ട് ബോഡീസ് ട്രേസ് ചെയ്ത പോലെ തന്നെ ട്രേസ് ചെയ്തെടുക്കുക. ഇവിടെയും സീം അലവൻസ് സെയിം ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെക്കിന് 0.25 ഇഞ്ച് കൊടുക്കുക, ഷോൾഡറിന് 1/2 ഇഞ്ച് കൊടുക്കുക, സൈഡ് സീമിനും ഹെമ്മിനും 1 ഇഞ്ച് വെച്ചാണ് കൊടുക്കുന്നത്. സോ നമ്മുടെ ബാക്ക് ബോഡീസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടായിരുന്നു നമ്മൾ പാറ്റേൺ ട്രേസ് ചെയ്തെടുത്തത്. കാരണം ബാക്ക് ഓപ്പണിംഗ് ആയതുകൊണ്ട് നമുക്ക് ഹുക്ക് അറ്റാച്ചിങ്ങിനൊക്കെ സ്ട്രാപ്പ് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/4 ഇഞ്ച് വിട്ടത്, സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഫാബ്രിക് രണ്ടും, ലൈനിങ് പീസും മെയിൻ ഫാബ്രിക്കും ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഞാൻ സെൻറ്ററിൽ നിന്ന് ഒരു കട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ആയിരിക്കും നമ്മുടെ ഹുക്ക് അറ്റാച്ചിങ്ങിൻ്റെ സ്ട്രാപ്പെല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ഷോൾഡർ സ്ട്രാപ്പ് കൊടുക്കുന്നുണ്ട്. ആ സ്ട്രാപ്പിനകത്തോട്ട് ഞാൻ കുറച്ച് റഫിൾസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിനായിട്ട് ഞാൻ 14 ഇഞ്ച് ലെങ്ത്തിലും 5 ഇഞ്ച് വിഡ്ത്തിലുമുള്ള 2 ഫാബ്രിക് പീസാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും സെൻറ്ററിൽ നിന്ന് ഒരു ഫോൾഡും കൂടി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് കർവി ആയിട്ടൊരു ലൈൻ നമ്മൾ ഇതേപോലെ
ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കേർവ്സ് കൊടുക്കുക, ജസ്റ്റ് ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് ഒരു കേർവ്സ് കൊടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. സോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇത് ഫോൾഡ് ചെയ്യുക. കേർവ്സ് വന്ന ആ ഭാഗത്ത് നമ്മളൊരു ലൂസ് സ്റ്റിച്ച് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് റഫിൾസ് ആണല്ലോ, ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിത് റെഡ്യൂസ് ചെയ്യുക. നമ്മുടെ ഷോൾഡർ സ്ട്രാപ്പ് എത്രയാണോ, അതായത് 1.75 ഇഞ്ച് ആയിരുന്നു, അതിനോടൊപ്പം ഞാനൊരു എക്സ്ട്രാ 1/2 ഇഞ്ചും കൂടി കൊടുത്ത് ടോട്ടൽ 2.25 ഇഞ്ചാണ്. ഈ 2.25 ഇഞ്ച് ഫ്രണ്ടും ബാക്കും കൂടി ചേർത്ത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും 4.5 ഇഞ്ചാണ്. അതാണ് നമ്മളിപ്പോൾ കിട്ടിയേക്കുന്നത് കേട്ടോ. ഇപ്പോൾ 4.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ റഫിൾസ് ചുരുക്കിയെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു സ്ട്രാപ്പ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5.5 ഇഞ്ച് ലെങ്ത്തിലും 2 ഇഞ്ച് വിഡ്ത്തിലുമുള്ള 2 ഫാബ്രിക് പീസാണ് എടുത്തിരിക്കുന്നത്. അതായത് 4.5 ഇഞ്ചിനൊപ്പം ഞാനൊരു 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് 5.5 ഇഞ്ച് കിട്ടിയേക്കുന്നത് കേട്ടോ. സോ ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് ഇതിനുള്ളിലോട്ടായിരിക്കും നമ്മൾ റഫിൾസ് അറ്റാച്ച് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീം അലവൻസ് 2 സൈഡിലോട്ട് ഒരു 1/2 ഇഞ്ച് വിടുന്നുണ്ട്. എന്നിട്ട് ഇതിനുള്ളപ്പോൾ നമുക്ക് ടോട്ടൽ ഷോൾഡർ സ്ട്രാപ്പിൻ്റെ ലെങ്ത് കിട്ടി 4.5 ഇഞ്ച്. ആ ലെങ്ത്തിലോട്ടായിരിക്കണം നമ്മൾ നമ്മുടെ റഫിൾസ് അറ്റാച്ച് ചെയ്തിട്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ 2 ഷോൾഡർ സ്ട്രാപ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിലോട്ട് ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഞാൻ അവിടെ അറ്റാച്ച് ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് ഞാൻ നമ്മുടെ സ്ലീവിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് നമ്മുടെ സീം അലവൻസ് ആണ്. അപ്പോൾ ആ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഷോൾഡർ സ്ട്രാപ്പ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇതേപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുക. 2 സൈഡിലും ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക് ഇതേപോലെ മെയിൻ ഫാബ്രിക്കിനകത്ത് നമ്മുടെ സ്ട്രാപ്പ് വരിക, അതിൻ്റെ പുറത്ത് ലൈനിങ് പീസ് വരിക. എന്നിട്ട് ആ നെക്ക് പോർഷൻ നമ്മൾ കണക്ട് ചെയ്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ റഫിൾസ് അതിനിടയിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്ത് അകത്തോട്ട് വയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ സ്ലീവും ഇതേപോലെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നോച്ചസ് കൊടുക്കാൻ മറക്കല്ല. തൈ കൊടുക്കുന്നതിനാണ് നോച്ചസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോച്ചസ് കൊടുത്തു കഴിയുമ്പം നമ്മൾ ഏത് ഷേപ്പിലാണോ നമ്മൾ ട്രേസ് ചെയ്ത് ആ ഷേപ്പിൽ തന്നെ കിട്ടും. ഫാബ്രിക്സിനിടയിൽ ഒരു ടെൻഷൻ ഫ്രീ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോച്ചസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് ഫാബ്രിക്കും അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടും നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക. അത് മാറ്റിയിട്ട് വേണം നമ്മുടെ സ്ട്രാപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ് പീസാണ് എടുത്ത് അതിനകത്ത് സ്ട്രാപ്പ് വെച്ചു, അതിന് പുറത്ത് മെയിൻ ഫാബ്രിക് വെച്ചു. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്യാതറിങ്സ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനിടയിലോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇതേപോലെ നോച്ചസ് കൊടുക്കുക. നോച്ചസ് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിടുക. അപ്പോൾ നമ്മുടെ ബാക്ക് പാറ്റേണും റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊരു നെക്കിലും നമ്മുടെ സ്ലീവ് പോർഷൻ്റെ അവിടെയും നമ്മൾ പതിച്ച് ഒരു എഡ്ജ് സ്റ്റിച്ച് നമ്മൾ ഇതേപോലെ കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഒന്നും കൂടി നല്ല ഫിക്സ് ആയിട്ടിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടോപ്പ് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഹെം പോർഷന് 1 ഇഞ്ചായിരുന്നു സീം അലവൻസ് കൊടുത്തത്. ഞാൻ അതിൽ നിന്നൊരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം ഞാൻ ഹെമ്മിന് സ്കാലപ്പ് വർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനായിട്ട് ഞാനൊരു എക്സ്ട്രാ ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ ഒരു ലൈനിങ് ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പിൻ്റെ അതേ വിഡ്ത്ത്, അതായത് 14.5 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് ഞാനൊരു ലൈനിങ് പീസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മാറ്റി ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സീം അലവൻസ് 1 ഇഞ്ച് 2 സൈഡിലോട്ട് മാർക്ക് ചെയ്തിരുന്നു, അത് ചെയ്യുക. അതിനുശേഷം നമുക്കുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. സോ എത്ര സ്കാലപ്പ് ഉണ്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 12 ഇഞ്ചിന് സ്കാലപ്പിൻ്റെ വിഡ്ത്ത് ഞാൻ 2 ഇഞ്ചാണ് എടുക്കുന്നത്. അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് നമ്പർ ഓഫ് സ്കാലപ്സ് കിട്ടും. അതായത് 6 നമ്പർ ഓഫ് സ്കാലപ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓൾറെഡി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തായിരുന്നു. അതിന് പുറത്തുകൂടി ഒരു 1/4 ഇഞ്ച് മാറ്റിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ആ ലൈനിൽ വേണം നമ്മൾ ഈ സ്കാലപ്പിൻ്റെ പാറ്റേൺ വെച്ച് ട്രേസ് ചെയ്തെടുക്കാൻ കേട്ടോ.
അപ്പോൾ നമുക്കങ്ങനെ 6 സ്കാലപ്സ് കിട്ടിയിട്ടുണ്ട്. അത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്യാവശ്യം കുറച്ച് അതായത് നമ്മൾ പതുക്കെ ചെയ്താലും നമുക്ക് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇത് നമ്മളിനി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോച്ചസ് കൊടുക്കുക. ബാക്കി എക്സ്ട്രാ വന്ന പോർഷൻ എല്ലാം കട്ട് ചെയ്ത് കളയുക. ഇതിപ്പോൾ നമുക്ക് ക്യാൻവാസ് പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് അല്ല കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഒരു ലൈനിങ് പീസിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. സോ ഇതേപോലെ നമ്മൾ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ കുഞ്ഞി കുഞ്ഞി നോച്ചസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇതേപോലുള്ള നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബാക്ക് പോർഷനിൽ ആ ലൈനിങ് പീസ് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഹെം ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഞാൻ ആ എഡ്ജ് നമ്മൾ ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് പോർഷൻ കണ്ടോ, ഇതേപോലെ വരും. അത് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഹെമ്മിങ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ആ സ്റ്റിച്ച് വിസിബിൾ ആയിരിക്കും. സോ അതിലും ബെറ്റർ നമ്മൾ ലൈനിങ് വെച്ച് മാത്രം ഹെമ്മിങ് കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്കിൽ ഹുക്സ് അറ്റാച്ച് ചെയ്യാൻ ഞാൻ ഒരു 10 ഇഞ്ച് ലെങ്ത്തിലും 3 ഇഞ്ച് വിഡ്ത്തിലുമുള്ള 2 ഫാബ്രിക് പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ചാണ്. അതിൽ നിന്ന് ഞാനൊരു 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് അങ്ങനെയാണ് 10 ഇഞ്ച് വന്നിരിക്കുന്നത്. സോ ഇതേപോലെ നമ്മൾ ആദ്യത്തെ പോർഷൻ, അതായത് ഹുക്ക് കൊടുക്കുന്ന പോർഷൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നോർമലി നമ്മൾ ഹുക്ക് കൊടുക്കുന്ന ഭാഗത്ത് സ്റ്റിപ്പിന് നമ്മളൊരു 2.5 ഇഞ്ചൊക്കെ മതിയാകും. ഞാനിവിടെ രണ്ടും സെയിം വിഡ്ത്ത് തന്നെ എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഹുക്ക് കണക്ട് ചെയ്യുന്ന പോർഷനാണ് നമ്മുടെ അടുത്ത ഫാബ്രിക്കിൽ കൊടുക്കേണ്ടത്. അത് ഫാബ്രിക്കിൻ്റെ ചീത്ത ഭാഗത്ത് വേണം ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ മറ്റേ സൈഡ് ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ എന്താ പറയുക, നമ്മുടെ സൈഡ് സീം നമ്മൾ ചേർത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ടോട്ടൽ 12.5 ഇഞ്ചാണ് നമ്മളൊരു സൈഡിലോട്ടുള്ള മെഷർമെൻറ്റ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് സ്കേർട്ട് പാർട്ടാണ്. ഞാനിവിടെ നൈഫ് പ്ലേറ്റ്സ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ആക്കിയിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നൈഫ് പ്ലേറ്റ്സ് ചെയ്യാനായിട്ടുള്ള വിഡ്ത്ത് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി എടുക്കുക. 5 to 6 ഇയർ ഓൾഡ് കിഡ് ആയതുകൊണ്ട് അവരുടെ ഹിപ്പ് റൗണ്ട് 26 ഇഞ്ചാണ്. അതിൻ്റെ 3 ഇരട്ടി എടുക്കുമ്പോഴത്തേക്കും 78 ഇഞ്ചാണ്. ഈ 78 ഇഞ്ചിനോടൊപ്പം ഞാൻ എക്സ്ട്രാ 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഈ 6 ഇഞ്ച് എന്ന് പറയുന്നത് 2 എൻഡിലും 3 ഇഞ്ച് വെച്ചിട്ടാണ്. അതായത് 1 ഇഞ്ച് സീം അലവൻസും ബാക്കി 2 ഇഞ്ച് നമ്മൾ 2 സൈഡിലോട്ടും 2 ഇഞ്ച് വെച്ച് ഞാൻ ഈസ് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം 2 സൈഡിലോട്ടും 1 ഇഞ്ച് വെച്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് 6 ഇഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 84 ഇഞ്ചാണ് നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഈസ് ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1 ഇഞ്ച് കൊടുക്കണമെങ്കിൽ 1 ഇഞ്ച് മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 സൈഡിലോട്ടും 4 ഇഞ്ചേ വരുന്നുള്ളൂ. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്താണ്. സ്കേർട്ടിൻ്റെ ബാൻഡ് ഉൾപ്പെടെ നമ്മുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 24 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ബാൻഡിൻ്റെ വിഡ്ത്ത് 1.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 24ൽ നിന്ന് 1.5 ഇഞ്ച് റെഡ്യൂസ്ഡ് ആകുമ്പോൾ നമുക്ക് 22.5 ഇഞ്ചാണ് ബോട്ടം പാർട്ടിൻ്റെ ലെങ്ത് വരുന്നത്. ഇതിനോടൊപ്പം ഞാനൊരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്, കാരണം ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് 23 ഇഞ്ചായിരിക്കും കിട്ടുന്നത്. ഈ 23കൊപ്പം ഞാനൊരു 3 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മുടെ ബോട്ടം പാർട്ട് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മടക്കി അടിക്കാനായിട്ട് ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിലാണ് മടക്കി അടിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ഓവറോൾ വ്യൂ കാണാനായിട്ട് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ബാൻഡ് ഇല്ലാണ്ട് സ്കേർട്ട് മാത്രമായിട്ട് നമ്മൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 26 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലേറ്റ്സ് കാൽക്കുലേഷന് നമ്മൾ ഇൻറ്റു 3 കൊടുക്കാനുള്ള കാരണം എന്താ? നമ്മുടെ പ്ലേറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് 3 ലെയേഴ്സിലായിരിക്കും. 3 ലെയർ ചേർന്നായിരിക്കും ഒരു പ്ലേറ്റ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എത്രയാണോ നമ്മുടെ ഹിപ്പ് റൗണ്ട് അല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ട് അതിനോടൊപ്പം അതിൻ്റെ 3 ഇരട്ടി എടുക്കാൻ കാരണം കേട്ടോ. സോ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ പ്ലേറ്റ്സ് വിട്ടു പോവാണ്ടിരിക്കാനായിട്ട് ഞാനൊരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ലൈനിങ്ങും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ്ങിൻ്റെ കാൽക്കുലേഷനും സെയിം ആണ്.
സ്കേർട്ട് നമ്മൾ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് ബാൻഡ് അറ്റാച്ചിങ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 5 to 6 ഇയർ ഓൾഡ് കിഡിൻ്റെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 26 ഇഞ്ചാണ്. പക്ഷേ നമ്മളിവിടെ ഈസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 28 ഇഞ്ചാണ്. അപ്പോൾ ബാൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 28 ഇഞ്ചാണ് എടുക്കേണ്ടത്. അതിനോടൊപ്പം ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടി നമ്മൾ ആഡ് ചെയ്ത് 29 ഇഞ്ചാണ്. എന്നിട്ട് ഈ ബാൻഡ് പീസിൻ്റെ രണ്ട് എൻഡ് നമ്മൾ ചേർത്തടിക്കുക. അതിനാണ് നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നത്. സോ ബാൻഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഓവറോൾ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടേണ്ട വിഡ്ത്ത് 1.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മളത് ഫോൾഡ് ചെയ്യാനും സീം അലവൻസിനും എല്ലാം കൂടി ചേർത്ത് ഞാൻ ബാൻഡിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചാണ് എടുക്കുന്നത്, ലെങ്ത്ത് 29 ഇഞ്ചാണ്. എന്നിട്ട് ഇത് നമ്മൾ സ്കേർട്ട് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 2 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കുക. ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ലെങ്ത് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മുടെ ഹിപ്പ് റൗണ്ട് അതിലേയും ഒരു 4 ഇഞ്ച് കുറച്ച് വേണം ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആ ബാൻഡ് നമ്മൾ ചേർത്തടിക്കുക. ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി ഇലാസ്റ്റിക്കും നമ്മുടെ മെയിൻ ഫാബ്രിക്കും കൂടി ചേർത്ത് നമ്മൾ സെൻറ്ററിൽ കൂടി ഇതേപോലെ ഫാബ്രിക് വലിച്ച് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നൈഫ് പ്ലേറ്റഡ് സ്കേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.